സനാതനധർമ്മ വിശ്വാസികളെ വിഷമത്തിലാക്കി ആ സത്കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ക്ഷുദ്രശക്തികൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി സനാതനധർമ്മ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോപൻ സ്വാമി തിരുവടികളുടെ സമാധി ശരീരവും വിളിച്ചുകൊണ്ടുള്ള പദയാത്ര സനാതനധർമ്മ വിശ്വാസികളെ വിഷമത്തിലാക്കി ആ സത്കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ക്ഷുദ്രശക്തികൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി സനാതനധർമ്മ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോപൻ സ്വാമി തിരുവടികളുടെ സമാധി ശരീരവും വിളിച്ചുകൊണ്ടുള്ള പദയാത്ര കോട്ടയിലേക്ക് വീണ്ടും. നെയ്യാറ്റിൻകരയിൽ സമാധി വിവാദത്തിൽ ഗോപൻ സ്വാമിക്ക് വേണ്ടി പുതിയ സമാധി മണ്ഡപം ഒരുങ്ങിയിട്ടുണ്ട്. വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയ സമാധി കല്ലറിയുടെ അതേ സ്ഥലത്താണ് ഋഷിപീഠമായി എന്ന പേരിൽ പുതിയ മണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗോപന്റെ മൃതശരീരം ഘോഷയാത്രയായി ഇവിടെ കൊണ്ടുവന്ന് സമാധിയിരുത്തും. വിപുലമായ ചടങ്ങുകളാണ് കുടുംബവും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഗോപൻ സ്വാമിയുടെ മൃതദേഹം അല്പസമയത്തിനകം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും ഈ ഒരു നാമജപ യാത്രയായി പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ മൃതദേഹത്തിന്റെ അതിന്റെ ചടങ്ങുകൾ, മറ്റ് സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും നാമജപ യാത്രയുമൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? നെയ്യാറ്റിൻകരയിലുള്ള ആശുപത്രിയുടെ മോർച്ചറിയിൽ അദ്ദേഹത്തെ പ്രത്യേക വസ്ത്രങ്ങൾ അണിയിച്ചതിന് ശേഷം അലങ്കരിച്ച വാഹനത്തിലായിരിക്കും ഇവിടുന്ന് ഈ നാമജപ യാത്രയായി നേരത്തെ സൂചിപ്പിച്ച പോലെ കാവുവിളാകത്തുള്ള കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്ന സമാധി പീഠത്തിലേക്ക് എത്തിക്കുക. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം ഗോപൻ സ്വാമിയുടെ മൃതദേഹം മോർച്ചറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും. ഈ ആശുപത്രി പരിസരം ഒരു ക്ഷേത്ര പരിസരത്ത് ചെല്ലുന്നതിന് സമാനമായ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. കുംഭമേളയിൽ പങ്കെടുത്ത സ്വാമിമാർ വരെ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലെ 2 സ്വാമിമാർ എന്നോടൊപ്പം ചേരുകയാണ്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണല്ലേ? തമിഴ്നാട്, കേരളം രണ്ടും ഇത് കഴിഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ കുംഭമേളയ്ക്ക് പോയിട്ട് അവിടെ വെച്ചാണ് ഇത് അറിഞ്ഞത്. ആദ്യത്തെ സ്നാനം കഴിഞ്ഞു, ഉടനെ തന്നെ കയറി. അങ്ങയുടെ പേര് സ്വാമി ശ്രീ ശ്രീ 1008 മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി, സൂര്യവംശി. ഇവിടേക്ക് എത്താനിടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അതൊന്നും അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സ്വാമിയെങ്കിലും വരണം. അവരെല്ലാവരും കൊല്ലത്തുനിന്ന് മറ്റുള്ളവരൊക്കെ പോവാണ്. 20 സ്വാമിമാരിന്ന് പോയി വിടുന്നു. അതുകൊണ്ട് സ്വാമിയെങ്കിലും എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷം പോവുള്ളൂ. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. അത് എല്ലാം ഭഗവാന്റെ നിയോഗമല്ലേ, അല്ലാതെ നമ്മളാരും വിചാരിച്ചാലൊന്നും അതുപോലെ ഓടിയെത്താനും കഴിയില്ല. എല്ലാം ഈശ്വര നിയോഗത്താൽ വരുന്നതാണ്. സ്വാമി എവിടുന്നാണ്? ഞാൻ ഗുജറാത്തിൽ നിന്നാണ്. ഇപ്പം നിൽക്കുന്നത് മരങ്ങാലി കാശിലിംഗം ഗുരുസമാധി ധർമ്മവടത്തിലാണ്. സനൽജി വിശ്വന്ത പരിഷത്ത് പ്രസിഡന്റിന്റെ സഹായത്താൽ അവിടെ കഴിയണു. അങ്ങയുടെ പേര്? എന്റെ പേര് വാസുദേവാനന്ദപുരി. ഇവിടേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം, ഇതിന്റെ ആരംഭം മുതലേ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് പല ശ്രമം നടന്നു, സനാതനെതിരായിട്ട്. അപ്പം സനാതനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് വടക്കേ ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇപ്പം എൻ്റെ ഗുരുസമ്പ്രദായം ഞങ്ങൾ സനാതന കൂടുതൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങളിലും ഇങ്ങേർക്ക് വേണ്ട സഹായം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡന്റും മഠാധിപതിയായ സനൽജിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ ആ സങ്കല്പപരമായി പരമ്പരാഗതമായിട്ട് നമ്മുടെ സന്യാസിമാർക്കും സാധുക്കൾക്കും അതുപോലെ തന്നെ മഠാധിപന്മാർക്കും അവർ വിശ്വസിച്ച ആത്മഗുണമാണിത്. അങ്ങേരുടെ ആഗ്രഹപ്രകാരം മക്കൾക്ക് ഇത്തിരി അറിവ് കുറഞ്ഞു പോയി. അത് എന്നാലും അവർ സമാധി ഇരുത്തിയല്ലോ. ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയം, ഈ സമാധി നമ്മുടെ ഒരു പ്രായത്തിൽ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുമില്ല. അതായത് ഒരാളെ ഇങ്ങനെ സമാധി എന്ന് പറയുന്നത് നമ്മുടെ വേദത്തിൽ പറയുന്ന 5 പ്രകാരമുള്ള സമാധി നടത്താം. ഇപ്പൊ മണ്ണിനടിയിൽ മട്ടി സമാധി, മണ്ണിൽ കുഴിച്ചു മൂടുന്ന സമാധി, അഗ്നി സമാധി, വായുവിൽ നടത്തുന്നതാണ് പാഴ്സുകൾ. അതുപോലെ തന്നെ ജലം, ശുദ്ധജലത്തിൽ നടത്തുന്നതിന് ഞങ്ങൾ ജലസമാധി എന്ന് പറയും. പിന്നെ ഉപ്പുവെള്ളത്തിൽ സമുദ്രത്തിൽ നടത്തുന്ന സമുദ്ര സമാധി എന്ന് പറയും. 5 പ്രകാരമുള്ള സമാധി പരമ്പരാഗതമായിട്ട് 5 ലക്ഷം
വർഷം മുമ്പേ ഇത് ഇവിടെ ഭാരതത്തിൽ നടന്നു വരുന്ന വിവിധ ഗോത്രപാത്രവർഗങ്ങൾ വിശ്വാസമുള്ളവർ, സനാതനത്തിൽ വിശ്വാസമുള്ളവർ നടത്തി വരുന്ന ചടങ്ങുകളാണ്. ഇതിൽ ഒരു കാര്യത്തിലൊരു അവ്യക്തത ഒരു പൊതുസമൂഹത്തിന് മുഴുവനുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് എന്ന് സ്വമേധയാ അറിയാൻ കഴിയും. അതെങ്ങനെയാണ്? അത് ആത്മജ്ഞാനം തെളിഞ്ഞവരുണ്ട്, തെളിയാത്തവരുണ്ട്. ഇപ്പം ഞാൻ ഒരു പരമ്പരയിൽ ഇരുന്ന് വെറുതെ ഇരുന്ന് ജപിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സ്വഭാവം കലികാലത്ത്, സത്യയുഗത്തിൽ അങ്ങനെ അല്ല. സത്യകാലത്തിൽ നമ്മൾ കഠിന തപസ്സെടുത്തെങ്കിൽ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് കിട്ടും. അപ്പം ദ്വാപരം വന്നു, അപ്പം അതിൻ്റെ ഇയേഴ്സിൻ്റെ കാലഘട്ടത്തിന് കുറഞ്ഞു. ത്രേതായുഗത്തിൽ വന്നപ്പോൾ പിന്നെ ഈ സനാതനം കയറി അങ്ങ് വിളഞ്ഞു. എല്ലാത്തിലും നാനാത്വത്തിൽ ഏകത്വമുണ്ട്, ഏകത്വത്തിൽ നാനാത്വമുണ്ട്. അതാണ് സനാതൻ. അല്ലാതെ എൻ്റേത് മാത്രം നിൻ്റേത് മാത്രം വിചാരം വെടിയുമ്പോൾ ഈ ശരീരം പോലും നമ്മുടെ അല്ല. ആത്മാവാണ് നമ്മുടെ എല്ലാ പരമ അംശം, ഈശ്വരൻ്റെ അംശം. അതെൻ്റെ ശ്വാസവായുവാണ്, ശിവം. പിന്നെ എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഹൃദയവും രക്തവുമാണ്. ഈ ശിവം, ആ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിന്നും ബ്രെയിനും കൂടി ആഹാര അമ്ലത്തിൽ നിന്ന് കൊടുക്കുന്ന പിത്തരസത്തിൽ കിട്ടുന്ന ആ ഒരു സങ്കല്പമാണ് ഈ ആത്മാ എന്ന് പറയുന്നത്, ഗേദം പറയുന്നതാണ്. അത് ഈ ശരീരത്തിൽ അതിന് ഉചിതമായിട്ട് നിൽക്കുമ്പോൾ ആ ശരീരത്തിൽ ശിവം ആയിട്ട് നമ്മൾ ലക്ഷങ്ങൾ വർഷങ്ങളായിട്ട് സങ്കല്പിക്കുന്നു. ഇറ്റ് ഈസ് ഓൺലി എ കൺസെപ്റ്റ്. അങ്ങനെയുള്ള ആ ശരീരത്തിൽ നിന്ന് ആ ശിവാംശം പോകുമ്പോൾ പിന്നെ ഇത് ശവമാണ്. അല്ല, അപ്പോൾ ഒരു കാര്യം, അതായത് ഇവിടെ ഇതൊരു വിവാദത്തിലേക്കൊക്കെ വഴി വെച്ചത് കാരണമെന്ന് വെച്ചാൽ അത് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാരുണ്ടായിരുന്ന സ്ഥലമാണ്, തിരുവിതാംകൂർ രാജാവ്. അപ്പം ഈ ഇന്ത്യ വന്നതിന് ശേഷം 1956 കേരള പിറവി വന്നത്. അന്ന് തിരുക്കൊച്ചി മലബാർ രാജാക്കന്മാരെയാണ് യൂണിയൻ ഓഫ് കേരളയാക്കിയത്. അത് ഓരോ സ്റ്റേറ്റിനും അങ്ങനെയാണ്. രാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തെ നമ്മുടെ ഗവർണർ ജനറൽ തന്നെ ഒരു രാജാവായിരുന്നു, മൈസൂർ രാജാവ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ജനാധിപത്യം 51 ഇത് വന്നപ്പോൾ വേണ്ട രാജാക്കന്മാരെ നമുക്കിനി വേണ്ട, ജനാധിപത്യം അത് എല്ലാ ഗോത്രങ്ങളെയും നമ്മൾ എടുക്കണമെന്നൊരു സനാതൻ വന്നു. അങ്ങനെയാണ് സെലക്റ്റഡ് ആയത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മുടെ എല്ലാവിധ ഭരണഘടനയും ഭരണ സംവിധാനവും പോകുന്നത്. ഇപ്പോൾ ഓരോ വർഗത്തിന് ഇപ്പം 108 സമ്പ്രദായങ്ങൾ സന്യാസവർഗത്തിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം ഏകോപിപ്പിച്ചത് ആദിശങ്കരാചാര്യാണ്. ഞാനും സ്വാമിയൊക്കെ ഞങ്ങൾ പഞ്ചദശനാം ജൂന അഖാഡ എന്ന് പറയുന്ന ശങ്കരാചാര്യ വിഭാഗമാണ്. അല്ല, എനിക്ക് ഒരു സംശയം ഇപ്പോഴും ഒരു വ്യക്തത കൈവരാനുള്ളത്, അതായത് ഈ ഇവിടെ ഇപ്പോഴൊരു വ്യക്തത കുറവുള്ള ഒരു കാര്യമേ ഉള്ളൂ. അല്ലല്ല, ഒരു കാര്യത്തിൽ മാത്രമേ അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മലീതം മേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഞാൻ പിന്നെ പിറന്ന് വീണപ്പോഴേ കരഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പൊ പലവട്ടം കരഞ്ഞപ്പോഴാണ് ഒരു ദിവസം അമ്മയുടെ മുഖം നോക്കി ഒന്ന് മന്ദഹസിച്ചത്. അങ്ങനെ ഞാൻ ചിരിക്കാൻ പഠിച്ചു. പലവട്ടം വീണപ്പോഴാണ് ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചത്. അപ്പൊ നടക്കാൻ പഠിച്ചു, ഓടാൻ പഠിച്ചു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ അതിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ ബാക്കിയുള്ള മൃഗങ്ങളെക്കാളും കൂടുതൽ അറിവുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞ അതേ അജ്ഞതയിൽ നിന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇവിടെ ഒരു അവ്യക്തത ഉണ്ടായത്, ഒരാൾ സമാധി ഉണ്ടായിരുന്നു, ഒരു അവ്യക്തത ഉണ്ട്. അത് ഞങ്ങളും അംഗീകരിക്കുന്നു. കാര്യം വെച്ചാല് ഇങ്ങേര് ഒരു മഠാധിപതിയായിട്ട് അപ്പൊ ഇങ്ങേരെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ 10-18 വർഷമായിട്ട് ഇവിടെ പല ഈ എസ്പെഷ്യലി അത് പറയാൻ പാടില്ലെങ്കിലും ഞങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ട് പറയും, മുസ്ലിം ജമാഅത്തെ എന്ന് പറയുന്ന ഒരു സംഘം, അവർ മുസ്ലിം ലീഗിനെ വരെ അടിച്ചു താഴ്ത്തിയിടാന്ന് പറഞ്ഞു. മതേതരത്വമാണ് അവർ. അപ്പം മത തീവ്രവാദികൾ വരും. ഞങ്ങളെ ഇപ്പം നീ എന്ത് വിളിച്ചാലും ഞങ്ങൾക്ക് മതമുണ്ട്.
ആ ഒരു സംശയത്തിൽ ഇവർക്കൊരവധം, ഇവർ ഈ അയൽവക്കം മുഴുവൻ ഇവരുടെ എതിരാളികളുണ്ട്, 10-18 കേസൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇനി ആരും അറിയണ്ട, അച്ഛൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചേക്കാന്നും പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടി ഒരു ജാഗ്രത വേണ്ടായിരുന്നോ ആ ഒരു കാര്യം? തീർച്ചയായും ഇതുപോലൊരു ക്രൗഡ് ഉണ്ടാക്കി സമാധി ഇരുന്നിരുന്നെങ്കിൽ ആ സംശയങ്ങൾ മുഴുവനും കോടതിയും പോലീസും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഒരാഴ്ചക്കപ്പുറം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതെന്തു പറ്റി? സമാധി നടത്തി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഫ്ലെക്സ് ബോർഡ് വെച്ചു. അത് അതിലും വലിയ മണ്ടത്തരം. അപ്പോൾ പബ്ലിക്കായി അവർക്കൊരു വീഴ്ച സംഭവിച്ചു, ഒരുപാട് വീഴ്ച വന്നു. അവിടെ സമാധി ഇരുത്തുന്നതിൽ വീഴ്ച വന്നു. അപ്പോൾ ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന്. അത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇവർക്കും വീഴ്ച വന്നിട്ടുണ്ട്, പൊളിക്കാൻ വന്നവർക്കും വീഴ്ച വന്നിട്ടുണ്ട്. കളക്ടറുടെ ഓർഡർ എന്നും പറഞ്ഞ് ആരുടെയോ വന്നപ്പോൾ ആരുടെയുടെ കയ്യിൽ ഇത് കുഴിമാടത്തിൽ നിന്ന് എടുക്കാനുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല. അവിടെയാണ് സംഘർഷം വലുതായത്. അതായത് കുറച്ചുകൂടി ഒരു ജാഗ്രത വേണമായിരുന്നു. അത് കരാതെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരാള് പെട്ടെന്നൊന്നും ഒരു സംഘടനയിലേക്ക് വരൂ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥം ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതിൻ്റെ നാമജപയാത്രയായി 10-ാം കല്ലിൽ നിന്ന് ഈ അതായത് ഈ കൈലാസനാഥ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും ഈ മൃതദേഹം എത്തിക്കുക. അവിടെയായിരിക്കും മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുക. പ്രത്യേകം ഈ മൃതദേഹം ഇരുത്തുന്നതിന് വേണ്ടി ഇരിക്കുന്ന നിലയിലായിരിക്കും ഇവിടെ നിന്ന് മൃതദേഹം അവിടേക്ക് എത്തിക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമികമായ ചില പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ഇവിടെ വെച്ച് തന്നെ നടക്കും. അതിനുശേഷം ഇവിടെ നിന്ന് 10-ാം കല്ലിലേക്ക് എത്തുന്നു. 10-ാം കല്ലിൽ നിന്നായിരിക്കും ഈ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് എത്തുക. അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഒരുപക്ഷേ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഇങ്ങനെയൊരു സമാധി ചടങ്ങുകൾ അത് ഇങ്ങനെ നേരിട്ട് സാക്ഷ്യം വഹിക്കുന്നത് നമ്മളും ആദ്യമായിട്ടുണ്ട്. ഒരുപാട് സംസ്കാര ചടങ്ങുകൾ പ്രമുഖരുടെ അടക്കം നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു കാഴ്ച അത് ആദ്യമായി തന്നെയാണ്. ഇപ്പോൾ ആ വഴിയിലൂടെ ആ മൃതദേഹം, ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഈ രഥത്തിലേക്ക് എടുത്തു വെക്കുകയാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് അതിന് മറ്റ് ചടങ്ങുകൾക്ക് ഈ രഥത്തിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തോടൊപ്പം മറ്റ് ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധികളുണ്ട്. അവരൊക്കെ ചേർന്നാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ പുഷ്പാലങ്കൃതമായ വാഹനത്തിൽ ഇവിടെ നിന്ന് ആ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്ര അല്പസമയത്തിന് മുമ്പ് ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു നാമജപയാത്ര കാണുന്നതിന് വേണ്ടി അടക്കം നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ചേട്ടാ എവിടുന്ന്? ഞാൻ ഇവിടെ തൊട്ടടുത്ത് NSSന്റെ പ്രസിഡന്റാണ്. ആണ്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് ഇത് കാണുന്നതിന് വേണ്ടി എത്തിയതാണ് അല്ലേ? കാണുന്നതിന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. തീർച്ചയായും. അതായത് ഈ മഹാസമാധി ചടങ്ങിൽ പൂർണ്ണമായും പങ്കെടുക്കും. ഇങ്ങനെ ഒരു ഇതിൽ നേരത്തെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്? നേരത്തെ ഞാൻ കരുണാകര ഗുരുസ്വാമിയുടെ ആശ്രമത്തിലൊക്കെ പോയിട്ടുണ്ട്. അതല്ല, ഇങ്ങനെ ഒരു ചടങ്ങിൽ ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഓരോ ആളുകളും പങ്കുവെക്കുന്നത്. അല്പസമയത്തിനകം ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്കെടുക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. നാമമന്ത്രങ്ങൾ നാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം ഇതാ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. പുഷ്പാലങ്കൃതമായ വാഹനത്തിലേക്ക് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കയറ്റുകയാണ്. മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥത്തിനുള്ളിലേക്ക് കയറ്റിവെക്കുകയാണ്. അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റ് സ്വാമിമാർ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട്. അവർ ചേർന്ന് ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് എടുത്ത് ഈ രഥത്തിന്റെ മുകളിലേക്ക് ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കുന്നു. അവിടെ നിന്ന് 10-ാം കല്ലിൽ എത്തിയതിനു ശേഷം ആയിരിക്കും ഈ നാമജപയാത്ര അവിടെ നിന്ന് സംയുക്തമായി ആരംഭിക്കുന്നത്. അതിന് പിന്തുണയുമായി വിവിധ സംഘടനകളടക്കം എത്തിയിട്ടുണ്ട്. പ്രത്യേകമായ പ്രാർത്ഥന ചടങ്ങുകൾ ഉൾപ്പെടെ ആശുപത്രിയുടെ പരിസരത്ത് ഇപ്പോൾ വിവിധ സ്വാമിമാരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.